പ്രൊട്ടക്ടർ എന്നാണ് 1923. ഇപ്പൊ 24 101 വർഷമായി അല്ലേ? 101 വർഷമായി നമ്മൾ നമ്മുടെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് അവർ സമൂഹത്തിന്റെ മുന്നിലേക്ക് വരാതെ പോകുന്നത്? ഈ വകുപ്പിനെ കുറിച്ച് നിങ്ങളൊക്കെ കേട്ടതാണ് അല്ലേ? നമ്മുടെ SC/ST വകുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തരം താഴ്ന്ന വകുപ്പാണ് എന്നുള്ള ധാരണ പൊതുസമൂഹം വെച്ച് പുലർത്തുന്നുണ്ടല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ മന്ത്രിയായപ്പോ പല കോണുകളിൽ നിന്നുള്ള അഭിപ്രായം വന്നു, ഈ മന്ത്രിക്ക് ഇതല്ല കൊടുക്കേണ്ടത്, വലിയ മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് അസംബ്ലിയിലും പുറത്തും പറഞ്ഞ കാര്യം നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കാണും. ഈ കേരളത്തിലെ ഏറ്റവും വലിയ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്ന വകുപ്പാണ്. അത് SC/ST OBC വകുപ്പാണ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം. അപ്പൊ അതിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു അപകർഷതാബോധം പലപ്പോഴും വരുന്നുണ്ട്. ഏറ്റവും ബാക്കിൽ പോയിരിക്കാനാണ് SC/ST ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നത്. അങ്ങനെ SC/ST വിഭാഗത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം. ആരോഗ്യവകുപ്പിന്റെയും ടൂറിസം വകുപ്പിന്റെയും അതല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെയും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പിലും ഒക്കെ ജോലി, വ്യവസായ വകുപ്പിലൊക്കെ ജോലി ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഗമ അല്ലെ? ലോ ഡിപ്പാർട്ട്മെന്റിലെ അല്ല എന്ന് ആർക്കാണ് ആദ്യം ബോധ്യം വരേണ്ടത്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്കാണ് വേണ്ടത്. ഞങ്ങൾ ചെയ്യുന്ന സേവനം ഈ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടുള്ള ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള ആത്മവിശ്വാസവും ആത്മബോധവും നമുക്കുണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ പുറകിൽ ഇരിക്കേണ്ടവരെല്ലാം മുന്നിലിരിക്കേണ്ടവരാണ് എന്നുള്ള തോന്നലുണ്ടാവും. അപ്പൊ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വകുപ്പാണ്. അത് ഇത്ര കാലം പ്രവർത്തിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇവർ മുന്നോട്ട് വരാതെ പോകുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് പുതിയ കാലഘട്ടത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടിയുള്ള പ്രാപ്തമാക്കുക. ഈ വിഭാഗത്തെ പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ കഴിയുന്ന രീതിയിലേക്ക് അവരെ ഉയർത്തിയെടുക്കുക. ഈ വിഭാഗത്തിന് നമുക്കറിയാം സമൂഹത്തിൽ വേണ്ടത്ര സോഷ്യൽ സപ്പോർട്ട് ഇല്ലാത്ത വിഭാഗമാണ്. അതിന് പറയുന്നത് സോഷ്യൽ ക്യാപിറ്റൽ ഇവർക്ക് കൂടുതലില്ല, കിട്ടുന്നില്ല അല്ലെ? എന്തുകൊണ്ടാണ് സോഷ്യൽ ക്യാപിറ്റൽ ഇല്ലാതെ? അക്ഷരത്തിനും അറിവിനും അധികാരത്തിനും ഒരുപാട് കാലം മാറ്റി നിർത്തിയ വിഭാഗത്തിന് സോഷ്യൽ ക്യാപിറ്റൽ ലഭിക്കുക എന്നുള്ളത് അത് വളരെ കുറവാണ്. അപ്പൊ ആ സോഷ്യൽ ക്യാപിറ്റൽ കൊടുക്കേണ്ടത് ആരാണ്? അവിടെയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ SC/ST ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടേഴ്സ് പറഞ്ഞത്, പുതിയ കാലഘട്ടത്തിൽ അവർക്ക് സമൂഹത്തിൽ ഉയർന്നു വരാൻ അതുപോലെ സെൽഫ് സഫിഷ്യന്റ് ആകാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കേരള എംപവർമെന്റ് സൊസൈറ്റി രൂപീകരിച്ചത്. ആ എംപവർമെന്റ് സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് സ്വന്തം സ്ഥാപനങ്ങൾ ആരംഭിക്കാനും അല്ലെങ്കിൽ അവർക്ക് സ്വയം വരുമാനം ആർജിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ഉണ്ടാക്കിക്കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ടുള്ള എഗ്രിമെന്റ് വെച്ചത്. അതുകൊണ്ടാണ് നോളജ് എക്കണോമിക് മിഷനുമായിട്ടുള്ള എഗ്രിമെന്റ് വെച്ചത്. അതുകൊണ്ടാണ് വിവിധ വലിയ സ്ഥാപനങ്ങളുമായിട്ട് നമ്മൾ എഗ്രിമെന്റ്, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ടൈപ്പ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ കുട്ടികൾ എല്ലാവരും വിദേശത്ത് പോയി പഠിക്കണം എന്നുള്ള ഇതിലല്ല പറയുന്നത്. കുറച്ചെങ്കിലും കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണ്. അവർക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്താൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ തീരുമാനിച്ചത് ഏറ്റവും കൂടുതൽ കുട്ടികളെ വിദേശ സർവകലാശാലയിൽ വിടണമെന്ന്. ഇപ്പൊ നമ്മൾ 2.5 വർഷം 3 വർഷം തികയുന്നതിന് മുൻപായിട്ട് ഏകദേശം 691 കുട്ടികളെ വിദേശ സർവകലാശാലയിൽ വിട്ടുകഴിഞ്ഞു. ഇപ്പോൾ 255 കുട്ടികളെ സെലക്ട് ചെയ്ത് ഈ സെപ്റ്റംബർ മാസത്തിൽ വിടുകയും ചെയ്തു. അപ്പോൾ 1000-ഓളം കുട്ടികളെ നമുക്ക് വിദേശ സർവകലാശാലയിൽ പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമായിട്ട് കാണേണ്ടതില്ല. നമ്മൾ നാളിതുവരെ വിദേശ സർവകലാശാലയിൽ വിട്ടു പഠിപ്പിച്ചത് കേവലം 62 പേരെയാണ് എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഈ 3 വർഷക്കാലം കൊണ്ട് ഏകദേശം 1000-ഓളം കുട്ടികളെ വിദേശ സർവകലാശാലയിൽ വിട്ടുപഠിപ്പിച്ചു. അതോടൊപ്പം തന്നെ അവർക്ക് തൊഴിൽ കൂടുതൽ ലഭ്യമാകാൻ കഴിയുന്ന അവസരങ്ങളായി. വിദേശത്തും സ്വദേശത്തും എല്ലാം തന്നെ തൊഴിലവസരങ്ങൾ. അങ്ങനെ വെറുതെ ആനുകൂല്യം കൊടുത്തതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെടില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചത്.